വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കമ്പ് കുത്തി പിടിപ്പിച്ച് ഒന്നുപോലും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. പിന്നെ ചെടിച്ചട്ടിയാണേലും ഞാൻ കുറച്ചൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് വഴിയിലൊക്കെ ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴേ വഴിയിലോട്ടൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന കമ്പിലെ ചെറിയ കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെറിയ ചട്ടിയിൽ കുത്തി വെച്ച് കിളിപ്പിച്ചിട്ട് വലിയ ചട്ടിയിലോട്ട് ആക്കിയെടുക്കും. ആക്കിയെടുത്ത് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും ഒരുവിധം ആകുമ്പോൾ. പിന്നെ 2 നേരം നനച്ചു കൊടുക്കേ. പിന്നെ എല്ലാം പൂ ഒത്തിരി ഉണ്ടായിരുന്ന പൂവെല്ലാം ഈയിടെ എല്ലാം വിരിഞ്ഞിട്ട് കുറേ ദിവസമായി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി. എങ്കിലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങളെ ഇതെല്ലാം കാണിക്കാവേ. മുൻവശത്തിൽ ചെറിയ 2 വശത്ത് ഗേറ്റിൻ്റെ അപ്പുറം ഇപ്പം 2 മതിലുണ്ട്. അപ്പോൾ അത് നിറച്ച് ഞാനിങ്ങനെ ചട്ടി ഇറക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ എല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എന്തോ ഒരു സന്തോഷമാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ചു, വളം ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു, നിറച്ച് പൂക്കളൊക്കെ തന്നു. പിന്നെ എല്ലാവരും ചോദിക്കും എന്നോട് എന്താ വിദ്യ ഇതിന് കൊടുക്കുന്നതെന്ന്. ഞാൻ പറയും സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അവർ പറയും ഞങ്ങൾ സ്നേഹം കൊടുത്തിട്ട് വരുന്നില്ലല്ലോ. ഞാൻ അതുപോലെ ഇതിനെ ശ്രദ്ധിച്ച് എല്ലാം ചെയ്യുവേ. രാവിലെ 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ഇറങ്ങും. ഒരു 5:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് 7:30 വരെ എൻ്റെ ബോഗൺവില്ലയും കുറേ പിന്നെ വേറെ ചെടികളും ഒക്കെ ഉണ്ട്. നമ്മുടെ ചെടിയെല്ലാം കണ്ട് നമുക്ക് സന്തോഷിക്കാവേ. അപ്പം നമുക്കുണ്ട് എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും വന്ന് ഇതൊക്കെ കാണും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാവേ. പൂ വിരിഞ്ഞിട്ട് ഒത്തിരി ദിവസം, അതുകൊണ്ട് പൂ എൻ്റെ കളറെല്ലാം മങ്ങി തുടങ്ങി. നിറച്ച് ഭംഗിയായിട്ട് ഒരുപാടുണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞും തുടങ്ങി. സൈഡിൽ മതിലുണ്ട്, അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ.
ഇതുപോലൊരു ചെറിയ പീസ് കമ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇത്രയൊരു ചട്ടിയിൽ പിടിപ്പിച്ചെടുത്തിട്ട് വലിയ ചട്ടിയിൽ സിമെൻറ്റ് ചട്ടിക്കകത്ത് ഇത് ഞാൻ മേടിച്ചതാണ്. ഇത് ഉണ്ടാക്കിയതൊക്കെ കുറേയൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് ഞാൻ മേടിച്ച ചട്ടിയാണ്. ഇതിനകത്തോട്ട് ഒരു കിഴുത്തൊന്ന് വലുതാക്കിയിട്ട് ഒരു ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇത് ഞാൻ കരിയിലപ്പൊടിയാണ് ഏറെ ഇടുന്നത്. അതാകുമ്പോൾ നല്ല ഇളക്കമുള്ള കരിയിലപ്പൊടി ഇട്ട് കൊടുക്കും. കുറേ മണ്ണും കരിയിലും കൂടെ എല്ലാം കൂടെ മിക്സായി പൊടിഞ്ഞ് കിടന്നതാണ്. കരിയില ഇങ്ങനെ തൂത്ത് കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത പൊടിയാണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം നല്ലതായിട്ട്. വളമൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കാറില്ല ഞാൻ. ഇതിട്ട് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടിയും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കും. ഇപ്പം തന്നെ ഇതിൽ പൂക്കൾ വന്നു തുടങ്ങി. ഇത് ഞാൻ നട്ടിട്ട് 1.5 മാസമായ സാധനമാണ്. കമ്പ് ഞാൻ എൻ്റെ തന്നെ ഈ കമ്പ് മുറിച്ച് വെച്ചെടുക്കും. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് കമഴ്ത്തി പിടിക്കുമ്പോഴത്തേക്കുണ്ടോ വേര് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇതിലോട്ട് താത്ത് വെച്ചിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ നട്ടു കൊടുക്കുന്നത്. അപ്പം ചെറിയൊരു പീസ് കമ്പ് കിളിപ്പിച്ചെടുക്കും. എന്നിട്ട് വെള്ളവും കൂടെ ഒഴിക്കും. 2 നേരം ഞാൻ വെള്ളം കൊടുക്കുമേ. എല്ലാവരും പറയും ബോഗൻവില്ലയ്ക്ക് കുറച്ച് വെള്ളം മതി. ഇതുപോലെ 2 നേരം കൊടുത്തില്ല അത് നന്നായിട്ട് അത് ഉച്ച വയ്ക്കുമ്പോഴത്തേക്കും വാടും. ഇനി ഇതിപ്പം 1 മാസം കഴിയുമ്പം മഴയൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുവേ. അങ്ങനെ പിന്നെ ഞാൻ 19 ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ശകലിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലാതെ ഞാൻ ഇടത്തില്ല. പൈസ ഒത്തിരി മുടക്കിയുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. ഇങ്ങനെ അല്ലാതൊക്കെ പിടിപ്പിച്ചെടുത്ത പൂക്കളായതല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. എൻ്റെ ബോഗൻവില്ല എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയല്ലേ? എനിക്ക് ഒരുപാട് സംസാരിക്കാൻ അറിയത്തില്ല. അതാ ഞാൻ ഈ പമ്മി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ.